കടുക്കാംകുന്ന് ദീപശ്രീ വിനോദ് സ്മാരക പുരസ്കാര വിതരണവും കവിതാ ദിനാചരണവും നടത്തി. നടനും അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ തുവക്കാട്ട് വീട്ടിൽ വിനോദിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം ഏർപ്പെടുത്തിയ പ്രഥമ ദീപശ്രീ വിനോദ് സ്മാരക പുരസ്കാരം കായിക താരവും നാടകരചയിതാവും സംവിധായികയും അധ്യാപികയുമായ ഡോക്ടർ PC ഏലിയാമ്മയ്ക്ക് സമ്മാനിച്ചു. പാലക്കാട് പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി TS പീറ്റർ അവാർഡ് നൽകി. PV സഹദേവൻ, ഗുരുജി ഗുരുവായൂരപ്പൻ, സുനിൽ കല്ലേപ്പുള്ളി, കമല ടീച്ചർ, മീന കെ, രജിന P, ചന്ദ്രിക R, ആന്റണി റോബർട്ട്, ഖാദർ മൊയ്തീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലക്കാട് കലാക്ഷേത്ര കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക കവിതാ ദിനവും ചടങ്ങിൽ ആഘോഷിച്ചു. സുൽത്താൻപേട്ടയിലെ പാലക്കാട് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി TS പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഒരേപോലെ കലാരംഗത്തും കായിക രംഗത്തും തിളങ്ങി നിൽക്കുന്ന അപൂർവ മഹിളയാണ്, വനിതാ രത്നമാണ് ഏലിയാമ്മ ടീച്ചർ. വൈകാതെ തന്നെ അവർക്ക് വനിതാ രത്നം പുരസ്കാരം ലഭിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് അർഹതപ്പെട്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ വളരെ മാതൃകയായിട്ട് കാണുന്ന എല്ലാവരും നാടകത്തിനും മറ്റും നിറഞ്ഞു നിൽക്കുന്നു. ഞങ്ങളിപ്പോൾ നാടകമായിട്ട് സജീവമായി കവിതയൊക്കെ മറന്നു. ഈ കവിതാ ദിനത്തിലാണ് രണ്ട് വലിയ കവിത കുറിച്ച് കൊല്ലാൻ കഴിഞ്ഞത്. എല്ലാവരും വളരെ നന്നായിട്ട് കവിത ചൊല്ലി, സ്വന്തം കവിതകൾ ചൊല്ലി, അതുപോലെ തന്നെ മറ്റുള്ള കവിത ചൊല്ലി. ടീച്ചർ ഇപ്പൊ ഗുരുജിയുടെ കവിത യോജിക്കുന്നില്ല, എങ്കിൽ തന്നെയും കവിത നന്നായിരുന്നു. ടീച്ചർ അത് ചൊല്ലി വളരെ മനോഹരമാക്കി. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും കവിത കവിതയാണ്. ആ കവിതയെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സുനിൽ സാറും നല്ല പ്രണയം നഷ്ടപ്പെട്ടിട്ടില്ല തെളിയിച്ചു. UTV ന്യൂസ് പാലക്കാട്.